നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഈ മുറി കയറി അടച്ചിരിക്കുന്നത് തന്നെ എന്റെ മനസ്സമാധാനക്കേട്. നിന്റെ ആ പഴയ ചൊടിയും ചോണയൊക്കെ എവിടെ പോയടാ മോനെ? എനിക്ക് ആ പഴയ വിഷ്ണുവിനെ മടക്കി വേണം. അതിനു വേണ്ടിയിട്ടാണ് അമ്മ എനിക്ക് കല്യാണം ആലോചിക്കുന്നത്. ഒരു പെണ്ണും കൂടി ഈ വീട്ടിൽ വന്നു കയറിയ പുതിയൊരു അംഗം കൂടി ആയി എന്നതല്ലാതെ കൂടുതൽ വ്യത്യാസം ഒന്നും വരാൻ പോകുന്നില്ല അമ്മേ. എന്റെ ജീവിതത്തിലെ സുഖവും സന്തോഷവും സമാധാനവും എല്ലാം. നിർത്തട. ശാലിനെ പറ്റിയാണ് നീ പറയാൻ പോകുന്നതെങ്കിൽ അത് വേണ്ട. 6 വർഷം ആവശ്യത്തിലധികമായി. ശാലിനെ പറ്റി ഇനിയും ഞാൻ പറയുമേ. അയാൾ എന്റെ ഭാര്യ, അമ്മയുടെ മരുമകള്. ആ ബന്ധമൊന്നും അങ്ങനെ അർത്ഥമാറ്റൊന്നും പറ്റില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞിടാ? അച്ഛൻ, അമ്മ, മകൻ, മകൾ, സഹോദരൻ, സഹോദരി, ഈ ബന്ധങ്ങളൊന്നും നീ പറഞ്ഞതുപോലെ മുറിച്ചു മാറ്റാൻ പറ്റില്ല. നമ്മൾ വെറുത്താലും ആ ബന്ധം അതുപോലെ തന്നെ ഉണ്ടാവും. പക്ഷേ ഭാര്യയെന്നും മരുമകളെന്നും പറഞ്ഞ അതുപോലൊന്നും അല്ല. മുറിച്ചു മാറ്റാൻ ഒരു തുണ്ട് കടലാസിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഡിവോഴ്സ് നോട്ടീസിന്റെ. അമ്മേ, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞടാ. ഞാൻ അതിന് ഒരിക്കലും സമ്മതിക്കില്ല. ഇതെന്റെ ജീവിതമാ. നീ ഇത് തന്നെ പറയുന്ന എനിക്ക് അറിയായിരുന്നു. ഒന്നും നിന്നെ ഞാൻ അടിച്ചേൽപ്പിക്കുന്നില്ല. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീർപ്പ് വേണമല്ലോ. ഈ വീട്ടിലെ ഏറ്റവും കൊച്ചുകുട്ടിയുടെ മുന്നിൽ പോലും ഈ സത്യഭാമയ വില്ലത്തി. വല്യച്ഛനെയും ചേച്ചിയമ്മയും ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത ആള്. ശാലിനിയെ തിരികെ വിളിക്കാൻ എന്റെ മേൽ സമ്മർദ്ദം ചെലുത്താൻ എന്റെ ഭർത്താവ് അടക്കമുള്ളവരുടെ ഒളി നാടകങ്ങൾ. വേണ്ട, ഇനി അതെല്ലാം അങ്ങ് നിർത്താം. ശാലിനിയെ മടക്കി വിളിച്ചോ. നിന്റെ സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ അവിടെ കെട്ടിക്കിടക്കുന്നെന്ന് പറഞ്ഞില്ലേ? എന്റെ മകന്റെ സന്തോഷത്തിന് ഞാൻ വിലങ്ങുതടിയാവില്ല. പക്ഷെ ഒരു ഉപാധിയുണ്ട്. ഈ വരുന്ന അമാവാസി വരെ അത്രേ ഉള്ളൂ സമയം. അതിനുള്ളിൽ ശാലിനിയെ കണ്ടെത്തി നീ എന്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം. സമയപരിധി കഴിഞ്ഞ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ശാലിനിയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. നിന്നെ കൊണ്ടും അത് സാധിക്കില്ല. കാരണം പിന്നീട് മറ്റൊരു പെണ്ണിന്റെ ഭർത്താവായിരിക്കും നീ. എന്ന് വെച്ചാൽ ഈ അമാവാസിക്കുള്ളിൽ നിനക്ക് ശാലിനിയെ കണ്ടെത്താനായില്ലെങ്കിൽ അവൾക്കുള്ള ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരേണ്ടി വരും നീ. എന്നിട്ട് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കും. എന്താടാ, വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ദേ, എന്റെ സമ്മതത്തോടെ ശാലിനിയെ സ്വീകരിക്കാനുള്ള ഏക അവസരമായത്. ഭാര്യ ഭാര്യ എന്നൊക്കെ ഊറ്റം കൊള്ളുന്നുണ്ടായിരുന്നല്ലോ കുറച്ചു മുമ്പ് നീ. എന്താടാ, സ്വന്തം ഭാര്യ എവിടെയാണെന്ന് കണ്ടെത്താൻ 15 ദിവസത്തിൽ കൂടുതൽ വേണോ? ഞാൻ തയ്യാറാണ്. ഈ ലോകത്തെ ഏതു കോണിലായാലും ഞാൻ ശാലിനിയെ കണ്ടെത്തും. ആ ആത്മവിശ്വാസത്തിന് ഒരു സല്യൂട്ട്. 6 വർഷം നിനക്ക് വിവരമൊന്നുമില്ലാതിരുന്ന ഭാര്യയെ നീ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കണ്ടെത്തുമേ. എനിക്ക് ആത്മവിശ്വാസമുണ്ട്. എനിക്കുണ്ടടാ ആത്മവിശ്വാസം. ഒപ്പിടാൻ തയ്യാറായിരുന്നോ വിഷ്ണു? ഡിവോഴ്സ് പേപ്പറുകളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക.
എല്ലാം അറിഞ്ഞല്ലോ അല്ലേ നീ? ഡീ, നിന്റെ ഭർത്താവിന് പെണ്ണാലോചിക്കുന്നു. അത് മുടക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത് നിന്റെ മോളും. നിന്നെ ആ വീട്ടിലേക്ക് തന്നെ തിരികെ എത്തിക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് നിന്റെ രണ്ടാമത്തെ മോളും. ഓ, അവർക്കറിയില്ലല്ലോ രണ്ടാളും നിന്റെ തന്നെ മക്കളാണെന്നും തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്നെയാണെന്നും. അമ്മേ, സത്യെങ്ങാനും കേട്ട ഈ 6 വർഷം ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നതും അമ്മ തമിഴ്നാട്ടിൽ പോയി ഹോട്ടൽ നടത്തിയതൊക്കെ എന്തിനാ? എല്ലാം ഇപ്പൊ വെറുതെ ആവും. അമ്മേ, പപ്പി എന്റെ മോളല്ല, അവള് ശ്യാമയുടെയാ. ഞാൻ എത്ര വട്ടം പറയണോ അമ്മയോട്? ശരി, വിട്. ബാക്കിയെല്ലാത്തിനും സമാധാനം പറ നീ. അമ്മയ്ക്കിപ്പൊ എന്താ അറിയണ്ടേ? എടി, നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്ക് അറിയേണ്ടത്. ഞാൻ പ്രത്യേകിച്ചൊന്നും ഇപ്പൊ ചെയ്യാൻ പോകുന്നില്ല. ഇതുവരെ എന്തൊക്കെ ചെയ്തോ അത് തന്നെ ഇനി അങ്ങോട്ടും തുടരും. ഓ, അപ്പൊ സത്യാമ്മ ഇതുവരെ ചെയ്തോണ്ടിരുന്നതൊക്കെ തന്നെ തുടരട്ടെ എന്ന് അല്ലേ? അമ്മേ, സത്യാമ്മയുടെ കാര്യം സത്യാമ്മയല്ലേ തീരുമാനിക്കുന്നേ? എടി, സത്യാമ്മയുടെ കാര്യം മാത്രമല്ലല്ലോ, ആണെങ്കിൽ മനസ്സമാധാനം ഉണ്ടായിരുന്നു. മറ്റു പലരുടെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അവരുടെയൊക്കെ ജീവിതത്തിൽ തലയിടുന്നതും ഒക്കെ സത്യാമ്മയാ. നീ പറഞ്ഞില്ലേ 6 വർഷം നീ ഇവിടുന്ന് മാറിയെന്ന കഥയും ഞാനങ്ങ് തമിഴ്നാട്ടിൽ പോയി ജോലി ചെയ്തതൊക്കെ? അതൊക്കെ ഈ പറഞ്ഞ സത്യാമ്മ കാരണമാ. അതേ സത്യാമ്മ കാരണം ഞാൻ ഇങ്ങോട്ട് മടങ്ങി വന്നതെന്നും അമ്മ മറന്നു. ഇടി, അത് സത്യാമ്മ അറിയുന്നുണ്ടോ? അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അതിൽ ഒരെണ്ണം, ഒരൊറ്റ ഒരെണ്ണം അവർക്കറിയാവോടി? മോളെ, അവർക്ക് നീ ചെയ്തു കൊടുത്ത ഉപകാരങ്ങള് അവരുടെ ഭർത്താവോ മകനോ മകളോ മരുമകനോ ആരെങ്കിലും അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അവരുടെ മകളെയും മരുമകനെയും കൂട്ടി ഒന്നിപ്പിച്ച് അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തു. മകളുടെ ഗർഭം സംരക്ഷിച്ചു. അവളുടെ പ്രസവം എടുക്കാൻ പോലും നീ വേണ്ടി വന്നു. അവരുടെ മരുമകളുടെ ഗർഭാലസിന്ന് കേട്ട് അവരുടെ ചങ്കുപൊട്ടി ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നൊന്തു പെറ്റ കുഞ്ഞിനെ അനിയത്തിക്ക് ദാനം ചെയ്തു. എടി, അവരുടെ കല്ലെ പിളർക്കുന്ന കൽപ്പന നിന്റെ ഭർത്താവ് ലംഘിച്ചാൽ അവര് ചത്തുകളയോന്ന് ഭയന്ന് ഭർത്താവിനെയും കുഞ്ഞിനെയും കുടുംബവും ജീവിതവും ഒക്കെ നീ ഉപേക്ഷിച്ചു. എന്റെ പൊന്നു മോളെ, ഇത്രയൊക്കെ ആര് ചെയ്യൂടി? എടി, നീ അവർക്ക് ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂന്ന് അവരൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാം. മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്ത അവർക്കത് മനസ്സിലാവുകയില്ല. അവരെ സംബന്ധിച്ച് നീ അവരുടെ ശത്രു മാത്ര, ആജന്മ ശത്രു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.